നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഡിവൈഡറിൽ ഇടിച്ച് കാനയിലേക്ക് മറിഞ്ഞു. പന്തല്ലൂർ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കടക വാവ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് മലയാള വിഭാഗം സർവമംഗള അസോസിയേഷനും അക്ഷരം സദസ്സുമായി ചേർന്ന് ശബ്ദാർത്ഥം ഏകദിന കവിതാ ശില്പശാല സംഘടിപ്പിച്ചു. വഴിയാത്രക്കാരനായ വയോധികന്റെ മരണത്തിനിടയാക്കിയ ഓട്ടോ ഡ്രൈവറെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. BJP മറ്റത്തൂർ വെള്ളിക്കുളങ്ങര മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കോടാലിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ മുരിങ്ങൂരിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഡിവൈഡറിൽ ഇടിച്ച് കാനയിലേക്ക് മറിഞ്ഞു. ഭാഗ്യം കൊണ്ട് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ദേശീയപാതയിൽ എറണാകുളം ഭാഗത്തേക്ക് കുറച്ചുനേരം വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 അപകടം. ദേശീയപാതയിൽ മുരിങ്ങൂർ ജംഗ്ഷനും കോട്ടമുറി ജംഗ്ഷനുമിടയിൽ ജലസേചന വകുപ്പിന്റെ കനാൽ മാറ്റി നിർമ്മിക്കുന്ന നിർമ്മാണ ജോലികൾ നടക്കുന്ന ഭാഗത്ത് റോഡിന് വീതി കുറവായതിനാൽ 2 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ബുദ്ധിമുട്ടാണ്. ലോറിക്ക് സൈഡ് കൊടുക്കാൻ കാർ ഒതുക്കിയപ്പോൾ റോഡിലെ പൊടി മൂലം ഡിവൈഡർ കാണുവാൻ സാധിക്കാതെ വന്നപ്പോൾ ഡിവൈഡറിൽ തട്ടി കാർ ഡിവൈഡറിൻ്റെ നടുവിലൂടെ കാനയിലേക്ക് മറിയുകയായിരുന്നു. മഴയായാൽ ദേശീയപാതയിൽ നിറയെ ചെളിയും മഴ മാറി വെയിലായാൽ രൂക്ഷമായ പൊടിശല്യവുമാണ്. കുഴികൾ അടയ്ക്കുവാൻ കൊണ്ടുവന്നിരുന്ന ചെളിയോടെയുള്ള മെറ്റലിടുന്നത് മൂലം മഴ മാറി വെയിലാകുമ്പോൾ പൊടി ഉയർന്നു പോകുന്നത് വാഹനയാത്രക്കാർക്ക് വലിയ ഭീഷണിയായി മാറുകയാണ്. തൃശ്ശൂരിൽ നിന്ന് മൂന്നാറിലേക്ക് പോവുകയായിരുന്ന 2 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. 2 പേരും പരിക്കൊന്നുമേൽക്കാതെ രക്ഷപ്പെട്ടു. ഉടനെ തന്നെ ക്രെയിൻ കൊണ്ടുവന്ന് കാർ ഉയർത്തി മാറ്റി വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു. പന്തല്ലൂർ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കടക വാവ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തന്ത്രി അഴകത്തുമനയ്ക്കൽ മാധവൻ നമ്പൂതിരി, മേൽശാന്തി അരിത്തോട്ടത്തുമനയ്ക്കൽ രാമൻ നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികരാകും. നന്ദിനി പുഴയോരത്തുള്ള ഈ ക്ഷേത്രത്തിൽ അന്നേ ദിവസം പുലർച്ചെ 4 മുതൽ 9 വരെ പിതൃബലി തർപ്പണത്തിനുള്ള വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 3:30 നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, അഭിഷേകം, 3:45 ശ്രീകോവിലിൽ നിന്നും ബലിതർപ്പണ മണ്ഡപത്തിലേക്ക് ദീപം എഴുന്നള്ളിക്കൽ, 4 മുതൽ 9 വരെ ബലിതർപ്പണം എന്നിവ ഉണ്ടാകും. 5:45 108 നാളികേരത്താൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, 8 മഹാതില ഹോമം, 8:30 പ്രസാദ വിതരണം എന്നിവയ്ക്ക് ശേഷം നട അടയ്ക്കും. ക്ഷേത്രം ഭാരവാഹികളായ രവീന്ദ്രൻ കല്ലുംപുറം, പ്രശാന്ത് കളരിക്കൽ, ശശി കല്ലുംപുറം, സുരേന്ദ്രൻ വടക്കൂടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പന്തല്ലൂർ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കടകവാവ് മഹോത്സവം ഭക്തിപുരസ്സരം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വാവ് ദിവസം വെളുപ്പിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ക്ഷേത്രം തന്ത്രി അഴകത്തുമനയ്ക്കൽ മാധവൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി അരിക്കോട്ടുമനയ്ക്കൽ രാമൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ 108 നാളികേരത്ത അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉണ്ടായിരിക്കും. വിശേഷ വാവ് ദിവസം വെളുപ്പിന് 4 മുതൽ 9 വരെ ക്ഷേത്രത്തോട് തൊട്ടുകിടക്കുന്ന നാന്തിരിപ്പുഴയുടെ തീരത്ത് രാമചന്ദ്രൻ നിലയുടെ ശിവൻ ശാന്തികൾ എന്നിവരുടെ കാർമ്മികത്വത്തിൽ പിതൃബലി തർപ്പണത്തിനുള്ള വിപുലമായ സൗകര്യം ഉണ്ടായിരിക്കും. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് മലയാള വിഭാഗം
സർവമംഗള അസോസിയേഷനും അക്ഷരം സദസ്സുമായി ചേർന്ന് ശബ്ദാർത്ഥം ഏകദിന കവിതാ ശില്പശാല സംഘടിപ്പിച്ചു. കവി ഡോക്ടർ PB ഋഷികേശൻ ശില്പശാലയും അക്ഷരം സദസ്സും ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് എഴുത്തിലെ വഴികൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ രാജൻ നെല്ലായി വാക്കും കവിതയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. തുടർന്ന് കവി ശ്രീജ നടുവും കവിതാ കാലം അനുഭവം എന്ന സെഷനിൽ രചനാ പരിശീലനവും നൽകി. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജോജി കല്ലിങ്കൽ, പ്രിൻസിപ്പാൾ ജോയ് കെയൽ, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ K കരുണ, ഡീൻ ഓഫ് സ്റ്റുഡൻറ് അഫയേഴ്സ് പ്രൊഫസർ ഡോക്ടർ സനിൽ രാജ്, മലയാള വിഭാഗം അധ്യക്ഷ ഡോക്ടർ സ്വപ്ന C കോമ്പാത്ത്, അക്ഷരം സദസ്സ് സ്റ്റാഫ് കോർഡിനേറ്റർ മിസ് ആരാധിക, സ്റ്റുഡൻറ് കോർഡിനേറ്റർ മിസ് ഭദ്ര മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. അതിഥികളായിട്ട് വന്നിരിക്കുന്ന ഇന്നേ ദിവസം ക്ലാസ് എടുക്കുന്ന അധ്യാപകരെ, എഴുത്തുകാരെ, സാഹിത്യകാരന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ സദസ്സിനെ അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ജോയ് സാർ, ജോജി അച്ഛൻ, എന്ന മാം ആൻഡ് സനിൽ സാർ, സ്നേഹമുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ്, കലാകാരന്മാരാകട്ടെ, ഏത് പ്രൊഫഷനാണെങ്കിലും നിങ്ങൾക്ക് മാതൃഭാഷയിൽ 4 വാക്ക് തെറ്റുകൂടാതെ കവിത പോലെയുള്ള കവിതയൊക്കെ ചൊല്ലാൻ പറ്റിയാൽ. തൃശൂർ ജില്ലാ ജൂനിയർ ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ നേടി നാടിന് അഭിമാനമായി NH സന്മയ. കൊടകര വഴിയമ്പലം ഹരിശ്രീ ലൈനിൽ NH സന്മയയാണ് തൃശൂർ ജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ നേടി നാടിന് അഭിമാനമായത്. കൊടകര ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമ്പ്യാൻചിറ ഹരിയുടെയും രേസ്നയുടെയും മകളാണ്. വഴിയാത്രക്കാരനായ വയോധികന്റെ മരണത്തിനിടയാക്കിയ ഓട്ടോ ഡ്രൈവറെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. നാടിപ്പാറ വടക്കൂട്ട് വീട്ടിൽ സുന്ദരന്റെ മകൻ 27 വയസ്സുള്ള വിഷ്ണുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിഷ്ണു ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് കാൽനട യാത്രക്കാരനായിരുന്ന മറ്റത്തൂർ അവിട്ടപ്പള്ളി ആട്ടോക്കാരൻ ദേവസി തിങ്കളാഴ്ച ഉച്ചയോടെ മരിച്ചത്. മറ്റത്തൂർ ചേലക്കോട്ടുകര പെട്രോൾ പമ്പിന് സമീപം ഞായറാഴ്ച വൈകിട്ടായിരുന്നു അപകടം. വിഷ്ണുവിനെ ചൊവ്വാഴ്ച വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി. സൈബർ തട്ടിപ്പിന് പുതിയ മുഖങ്ങളുമായി സൈബർ കുറ്റവാളികൾ. ആദ്യം ഇവർ മോട്ടോർ വാഹന വകുപ്പിൻ്റെതെന്ന് തോന്നിക്കുന്ന രീതിയിൽ താങ്കൾ 500 രൂപ പിഴ അടയ്ക്കേണ്ടതുണ്ട് എന്നറിയിക്കുന്നു. വിവരങ്ങൾക്ക് കൂട്ടത്തിൽ ഒരു ലിങ്ക് തുറന്നു നോക്കാനായി അയക്കും. ഈ ലിങ്ക് തുറന്നാൽ നമ്മുടെ ഫോണിലെ ബാങ്കിൻ്റേതുൾപ്പെടെ മുഴുവൻ വിവരങ്ങളും അവർക്ക് ലഭിക്കും. ഇതോടെ തട്ടിപ്പ് എളുപ്പമായി. ബാങ്ക് അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും സൈബർ കുറ്റവാളികൾ അടിച്ചുമാറ്റും. ദേശാഭിമാനി ലേഖകൻ KV ഹരീന്ദ്രനും കിട്ടി കഴിഞ്ഞ ദിവസം ഇത്തരമൊരു വാട്സാപ്പ് ലിങ്ക്. പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു. എന്നാൽ തിങ്കളാഴ്ച ഉച്ചയോടെ ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് തെറ്റായ പാസ്കോഡ് ഉപയോഗിച്ചതിനാൽ തുറക്കാനായില്ല എന്ന സന്ദേശം ലഭിച്ചു. പരിശോധനയിൽ ശനിയാഴ്ച 2 തവണയും തിങ്കളാഴ്ച 1 വട്ടവും അക്കൗണ്ട് തുറക്കാൻ ആരോ ശ്രമം നടത്തിയതായി മനസ്സിലായി. തുടർന്ന് ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടിൽ നിന്നുള്ള പണമിടപാടുകൾ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു. വാട്സാപ്പ് ലിങ്കിലുള്ള നമ്പർ വിളിച്ചു നോക്കിയപ്പോൾ അത് കളമശ്ശേരി സ്വദേശിയായ ഒരു മനുവിൻ്റേതാണെന്നാണ് മനസ്സിലായത്. ഇയാളുടെ ഫോൺ കഴിഞ്ഞ ദിവസം ഹാക്ക് ചെയ്തതായും തുടർന്ന് സൈബർ സെല്ലിനെ ബന്ധപ്പെട്ടതായും മനു പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ 1 വർഷം മുൻപ് സ്ഥാപിച്ച 2 ഹൈമാസ്റ്റ് ലൈറ്റുകൾക്ക് നാളിതുവരെ വൈദ്യുതി കണക്ഷൻ നൽകാൻ നടപടി സ്വീകരിക്കാത്ത മറ്റത്തൂർ പഞ്ചായത്ത് അധികാരികളുടെ അനാസ്ഥയിൽ BJP മറ്റത്തൂർ വെള്ളിക്കുളങ്ങര മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കോടാലിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. BJP വെള്ളിക്കുളങ്ങര മേഖലാ പ്രസിഡന്റ് സജിത ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന വക്താവ് പ്രിന്റു മഹാദേവ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി കവിത പ്രസാദ്, മറ്റത്തൂർ പഞ്ചായത്ത് നേതാക്കളായ വേണുഗോപാൽ തോട്ടത്തിൽ, PC ബൈജു, സുധീർ വെട്ടിയാട്ടിൽ, സുരേഷ് സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതുക്കാട് ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബാർ ജീവനക്കാരനെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. ഞായറാഴ്ച രാത്രി 11:40 സംഭവം. എരുമപ്പെട്ടി നെല്ലുവായി സ്വദേശി 62 വയസ്സുള്ള ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ അളകപ്പനഗർ സ്വദേശി സിജോയെ മണിക്കൂറുകൾക്കകം പുതുക്കാട് പോലീസ് പിടികൂടി. ഞായറാഴ്ച ഉച്ചയ്ക്ക് മേഫെയർ ബാറിലെത്തിയ യുവാവ് നിരന്തരം ടച്ചിങ്സ് വാങ്ങിച്ചതിനെ ചൊല്ലി ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു. ഇതിൽ പ്രകോപിതനായ യുവാവ് ജീവനക്കാരെ വെല്ലുവിളിച്ചാണ് ബാറിൽ നിന്നും ഇറങ്ങിപ്പോയത്. എന്നാൽ ടച്ചിങ്സ് തർക്കത്തിൽ കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ ഇടപെട്ടില്ലായിരുന്നു. ബാർ അടച്ചതിനു ശേഷം സമീപത്തെ തട്ടുകടയിൽ നിന്നും ചായ കുടിച്ച ഹേമചന്ദ്രൻ തിരിച്ച് ബാറിലേക്ക് കയറുന്നതിനിടെയായിരുന്നു ആക്രമണം. ഇതേ ചായക്കടയിൽ അരമണിക്കൂർ മുൻപ് ചായ കുടിച്ച് യുവാവ് സമീപത്തെ ഇടവഴിയിൽ പതുങ്ങി നിൽക്കുകയായിരുന്നു. ബാറിൻ്റെ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ഹേമചന്ദ്രനെ പിന്തുടർന്ന യുവാവ് യാതൊരു പ്രകോപനവും ഇല്ലാതെ കത്തിക്കൊണ്ട് കഴുത്തിൽ കുത്തി ഓടിപ്പോവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഹേമചന്ദ്രനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
ഭാരത് കി സന്താൻ മാസ്റ്റർ ട്രെയിനിങ് ക്യാമ്പിന് ചാലക്കുടിയിൽ തുടക്കമായി. നാഷണൽ യൂത്ത് പ്രോജക്റ്റ് ഭാരത് കി സന്താൻ ദേശീയോദ്ഗ്രഥന ദക്ഷിണേന്ത്യൻ മാസ്റ്റർ ട്രെയിനേഴ്സിൻ്റെ 5 ദിവസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പ് MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. 6 സംസ്ഥാനങ്ങളിൽ നിന്നായി തെരഞ്ഞെടുത്ത 35 പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ചാലക്കുടി റെസ്റ്റ് ഹൗസിൽ നടക്കുന്ന ക്യാമ്പിൻ്റെ സമാപന സമ്മേളനം 27-ാം തീയതി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ റാൺ സിംഗ് പാർമർ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന കോർഡിനേറ്റർ സുകുമാരൻ കാരിയിൽ, ജില്ലാ ചെയർമാൻ സജീർ ബാബു, ബ്ലോക്ക് മെമ്പർ ലീന ഡേവിസ്, മുൻ ചെയർമാൻ VO പൈലപ്പൻ, ഷമീർ ബാവ, മനോജ് കുമാർ കോഴിക്കോട്, ദിലിക് ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൗൺസിലർമാരായ ആലിസ് ഷിബു, സൂസി സുനിൽ, തോമസ് മാളിയേക്കൽ, സച്ചിൻ രാജ്, ജിതിൻ കാട്ടാളൻ, KK അനിലാൽ, മുഹമ്മദ് ആഷിഖ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സമരത്തിന് നേതൃത്വം കൊടുത്തത് തീർച്ചയായും ആ നാട്ടുരാജ്യങ്ങളെയൊക്കെ ഒരുമിച്ച് നിർത്തി ആ വൈജാത്യങ്ങളിൽ നിന്നൊക്കെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആ ഒരു രീതിയിൽ ഇന്ത്യ എന്ന മഹത്തായ രാജ്യം രൂപപ്പെടുത്തി ഇന്ന് മുന്നോട്ട് പോവുകയാണ്. ലോകം മുഴുവൻ ആദരിക്കുന്ന ആ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ്. What we have to act, how we can bring this unity and strengthen. So Bhaiji Subbarati formulated this program Bharati Santan. The 80 languages. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9285 രൂപ, പവന് 72,280 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഡിവൈഡറിൽ ഇടിച്ച് കാനയിലേക്ക് മറിഞ്ഞു. പന്തല്ലൂർ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കടക വാവ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് മലയാള വിഭാഗം സർവമംഗള അസോസിയേഷനും അക്ഷരം സദസ്സുമായി ചേർന്ന് ശബ്ദാർത്ഥം ഏകദിന കവിതാ ശില്പശാല സംഘടിപ്പിച്ചു. വഴിയാത്രക്കാരനായ വയോധികന്റെ മരണത്തിനിടയാക്കിയ ഓട്ടോ ഡ്രൈവറെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. BJP മറ്റത്തൂർ വെള്ളിക്കുളങ്ങര മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കോടാലിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.